നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വനമന്ത്രിക്കെതിരെ ഭീഷണിയുമായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. കൈയും കാലും കൂട്ടിക്കെട്ടി മന്ത്രിയെ കടുവാക്കൂട്ടിലിട്ട് കൊടുക്കുമെന്ന് ജോയ്. പശ്ചിമഘട്ടം കത്തിക്കാൻ ചൂട്ടുകറ്റയുമായി കോൺഗ്രസ് വരുമെന്നും ജോയിയുടെ ഭീഷണി. ധീരജിനെ കൊന്ന ശേഷവും കുടുംബത്തിനെതിരെയുള്ള കോൺഗ്രസ് വേട്ടയാടൽ തുടരുന്നുവെന്ന് ധീരജിന്റെ പിതാവ്. കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് തങ്ങളെ കൂടി കൊല്ലണമെന്നും ജീവച്ഛവമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമെന്നും ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. സുധാകരൻ പറഞ്ഞത് എന്താ, ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത്. BJPയെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. BJP അതിശക്തമായ സംഘടനാ ശേഷിയുള്ള പാർട്ടി. ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യത്തിൽ സംശയമെന്നും P. ചിദംബരം. ഇന്ത്യ പാക് വെടിനിർത്തൽ നീട്ടി. മെയ് 18 വരെയാണ് വെടിനിർത്തൽ നീട്ടിയത്. അതേസമയം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ മേധാവികൾ. ഇന്ത്യ പാക് സംഘർഷ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് MP-മാരുടെ സംഘത്തെ അയക്കാൻ തീരുമാനം. മെയ് 22-ന് ശേഷം വിദേശ പര്യടനം ആരംഭിക്കും. കിരൺ റിജിജു പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. സന്ദർശിക്കുക അമേരിക്ക, UK, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ സ്ഥലങ്ങൾ. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച BJP മന്ത്രി വിജയ് ഷായുടെ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. വിജയ് ഷാ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി. നേതൃമാറ്റത്തിൽ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. K. സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് താനല്ലെന്ന് സണ്ണി ജോസഫ്. NM വിജയന്റെ കുടുംബ സഹായ വിഷയത്തിലും സണ്ണി ജോസഫിന് മറുപടിയില്ല. കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്ന് K. സുധാകരൻ. അതൃപ്തരായ മുതിർന്ന നേതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും പിന്തുണയിൽ പടയൊരുക്കം. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻദാസിനെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസ് റിമാൻഡിൽ. ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തു. ബെയിലിനെതിരെ മർദ്ദിച്ചതിന് മുറിവേൽപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. മലപ്പുറം കാളിക്കാവിലെ ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതം. നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം പരിശോധിക്കുന്നു. മയക്കുവെടിവെക്കാൻ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം കാളിക്കാവിൽ കുങ്കിയാനകളെയും എത്തിച്ചു. കാളികാവിലെ കടുവയ്ക്കായി വ്യാപക തെരച്ചിൽ. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായി തിരിഞ്ഞെന്ന CCF. വികസന കുതിപ്പിൽ കേരളം. 12 സ്മാർട്ട് റോഡുകൾ അടക്കം 50-ലധികം ആധുനിക റോഡുകൾ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. സ്മാർട്ട് റോഡുകൾക്ക് ജനങ്ങൾക്കിടയിലും വൻ സ്വീകാര്യത. ജനങ്ങൾ റോഡുകളെ സ്വീകരിക്കുന്നത് ഇരു കൈകളും നീട്ടി. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിന്റെ അന്വേഷണത്തിനിടെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനം വകുപ്പിന്റെ വാദം പൊളിയുന്നു. 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൈമനത്തെ യുവതിയുടെ മരണത്തിൽ കർശന നടപടിയെടുത്ത് അന്വേഷണം ആരംഭിച്ചെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിന്റെ സംസ്കാരം ഇന്ന്. പിടിയിലായ CISF ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. ഐവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് റിപ്പോർട്ട്.
പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയം. ജോബിയാണ് മരിച്ചത്. സംഭവത്തിൽ ജോബിയുടെ ബന്ധു പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചി കടവന്ത്രയിലെ റെയിൽവേ കാറ്ററിംഗ് ഏജൻസിയിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവത്തിൽ പുറത്തുവരുന്നത് റെയിൽവേയുടെ അനാസ്ഥ. നിരന്തരം പരാതികൾ ഉയർന്നിട്ടും റെയിൽവേ നടപടിയെടുത്തില്ല. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ചാടിപ്പോയ കുട്ടികളെ കണ്ടെത്തി. പാളയം മാർക്കറ്റിന് സമീപത്ത് വെച്ചാണ് കുട്ടികളെ കണ്ടെത്തിയത്. വയനാട് ടൗൺഷിപ്പിന് 351 കോടി രൂപയുടെ ഭരണാനുമതി. പ്രാരംഭ പ്രവർത്തന ചെലവ് ഉൾപ്പെടെയാണിത്. സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി അനുവദിക്കാനും ഭരണാനുമതിയായി. പുത്തൻ മാറ്റത്തിനൊരുങ്ങി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. വിവിധ പദ്ധതികളിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽവത്കരണത്തിലേക്ക് കുതിച്ച സിയാൽ 200 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതികൾ 19-ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വയനാട് 900 കണ്ടിയിലെ റിസോർട്ടിൽ യുവതി അപകടത്തിൽ മരിച്ച സംഭവത്തിൽ റിസോർട്ട് മാനേജരും സൂപ്പർവൈസറും അറസ്റ്റിൽ. മാനേജർ KP സ്വച്ഛൻ, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. മലപ്പുറം ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിൽ ഇന്ന് പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. ഇതുവരെ 166 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 65 പേർ ഹൈ റിസ്കിലും 101 പേർ ലോ റിസ്കിലുമാണുള്ളത്. ഇതുവരെ 65 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ ഒരു ജില്ലയിലും മുന്നറിയിപ്പില്ല. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ആലപ്പുഴയിൽ കോളറ ബാധിച്ചയാൾ മരിച്ചു. തലവടി സ്വദേശി പുത്തൻപറമ്പിൽ PG രഘുവാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. പാലക്കാട് നഗരസഭ മുൻ കൌൺസിലറും CPIM തുണ്ടുംകുളം ബ്രാഞ്ച് അംഗവുമായിരുന്ന TM രാമചന്ദ്രൻ അന്തരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 4:30-ന് നൂറണി ശ്മശാനത്തിൽ നടക്കും. CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MP പത്രോസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. അന്ത്യം പുലർച്ചെ 2:30-ഓടെ പാറക്കടവ് പഞ്ചായത്ത് കുന്തിപ്പള്ളിശ്ശേരിയിലെ സ്വവസതിയിൽ. പാർട്ടി ആലുവ ഏരിയ സെക്രട്ടറി, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച 3 മണിക്ക്. തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തി മുംബൈ, പൂനെ മൊത്തക്കച്ചവട പഴ വിപണികളിലെ വ്യാപാരികൾ. തീരുമാനം പാകിസ്ഥാന് തുർക്കി സൈനിക പിന്തുണ നൽകിയതിന് പിന്നാലെ വ്യാപാരികളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. കോഴിക്കോട് തിയേറ്ററിന്റെ പാരപ്പറ്റിൽ കിടന്നുറങ്ങിയ യുവാവ് താഴെ വീണു മരിച്ചു. മരിച്ചത് കുറ്റിപ്പാല സ്വദേശി കോമളൻ. മരണം പാരപ്പറ്റിൽ നിന്നും താഴേക്ക് വീണു. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.